നമ്മുടെ മുരാരി ജോത്സ്യനെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇന്നലെ മുതൽ വ്യാപകമായിട്ട് മുരാരി ജോത്സ്യൻ്റെ ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ അടുക്കൽ ചികിത്സക്ക് വന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് വാർത്ത. ശരിയും തെറ്റൊന്നും നമുക്കറിയത്തില്ല, അതൊക്കെ കോടതി തെളിയിച്ചോളൂ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമൊന്നുമല്ല. ഈ മുരാരി ജോത്സ്യൻ, ഈ പൂജാരി ആ കുട്ടിയെ പീഡിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞ? അദ്ദേഹം തൊപ്പിയിട്ടു, മാപ്പിളപ്പാട്ട് പാടി, ഖുർആൻ ഓതി. അപ്പോഴേ വിചാരിച്ചിരുന്നു ഇവൻ ഏതെങ്കിലും ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നു. തലച്ചോറ് നായി തിന്നുപോയാൽ എന്ത് ചെയ്യുന്ന ആലോചിച്ചു. ഇത് എഴുതി വിട്ടതാരാണെന്നറിയാം? നമ്മുടെ ലസിത പാലക്കൽ. ഞാൻ ആലോചിക്കുകയാണ്, ഇവരൊരു സ്ത്രീ എന്നതിലുപരി ഒരു പൊതുപ്രവർത്തകയാണെന്നൊക്കെയാണ് ഒരു വെപ്പ്. ഇവരെന്താണ് ഇവരെയൊക്കെ നയിക്കുന്ന വികാരം എന്താണ്? ഇവരെയൊക്കെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഒരല്പമെങ്കിലും മനസ്സാക്ഷി എന്ന് പറയുന്ന ഇസ്ലാം വിരോധം ഓരോ രോമകൂപങ്ങളിലും ഇസ്ലാം വിരോധം മൂത്തടക്കണം. അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും എഴുതുമ്പോൾ ഇതൊക്കെ വായിക്കുന്ന മനുഷ്യരെന്ത് വിചാരിക്കുമെന്ന് ഒരല്പമെങ്കിലും ഉളുപ്പും നാണമൊക്കെ വേണമല്ലോ. എഴുതിയിരിക്കുന്നത് അവൻ്റെ റീൽസും പൊട്ടും മാലയും പൂജാരി മേക്കപ്പും മന്ത്രവാദവും അതിൻ്റെ കൂടെ ഉള്ള ഈ തൊപ്പിയും മാപ്പിളപ്പാട്ടും ഖുർആൻ പാരായണം ആയത്തും സൂറത്തും എല്ലാം കൂടി കണ്ടപ്പോഴേ ഒരു സംശയം തോന്നി. എല്ലാം നല്ലതിന്. എന്താ സംശയം തോന്നി? പിന്നെ ഉറപ്പായിട്ടും പീഡിപ്പിക്കുന്നു. അതായത് തൊപ്പിയിട്ട് ഖുർആൻ ഓതി ദിക്ർ സ്വലാത്തൊക്കെ ചെല്ലിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് പീഡനത്തിലേക്ക് വഴി നടക്കുമെന്നുള്ളതാണ് ലസിത പാലക്കൽ പറയുന്നത്. അപ്പം ലസിത ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പീഡന കേസിൽ പിടിക്കപ്പെട്ടവരൊക്കെ തൊപ്പി വെച്ചവരാണോ, താടി വെച്ചവരാണോ, ദിക്റും സ്വലാത്തും ഖുർആൻ പാരായണമൊക്കെ ചെയ്യുന്നവരാണെന്ന് നമുക്ക് നോക്കിയാലോ? എന്തായാലും ലസിത ചേച്ചി പറഞ്ഞല്ലേ, നമുക്ക് ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. ആളൂരിൽ കുളിമുറിയിൽ മൊബൈൽ ഫോൺ ദൃശ്യം പകർത്തിയ കേസിൽ RS പ്രവർത്തകനെ കുടുക്കിയത് കയ്യിലെ രക്ഷാബന്ധ ചരട്. എടാ പൊന്നാരക്കരളെ, എന്തായാലും കുളിമുറി ഒളിഞ്ഞു നോക്കാൻ പോകുന്നു. എടാ ഈ ചരട് മാറ്റിയിട്ട് നോക്കണ്ടേടാ. കുളിച്ചുകൊണ്ടിരുന്ന വേണ്ടി ഈ ചരട് കണ്ടിട്ടാണ് ആളെ പൊക്കിയത്. ഞാൻ ഫോട്ടോ ഒക്കെ നോക്കി. ആള് സജീവ പ്രവർത്തകനാണ്. അമ്പട പുളുസു. ഇവൻ മാപ്പിളപ്പാട്ട് പാടിയായിരുന്നു, ഖുർആൻ ഓതിയായിരുന്നു, ദിക്ർ സ്വലാത്ത്, തൊപ്പി വെച്ച് റീൽസ്. ഇല്ല, ഇവനാകെ ചെയ്ത റീൽസ് അല്ല, റിയലാണ്. പമ്മി കുളിമുറിയുടെ മുകളിൽ കയറിയിട്ട് ഒരു പെണ്ണിൻ്റെ നഗ്ന ദൃശ്യം അങ്ങോട്ട് പകർത്താൻ നോക്കി. ആ ചരട് കണ്ട എന്തായാലും ആളെ പിടികിട്ടു. ഒരുപാടൊന്നും പോലീസ് അന്വേഷിക്കേണ്ട വന്നില്ല. ഈ രണ്ടാമത്തത്, ആരെയും കിട്ടാത്തതുകൊണ്ട് ഒരുത്തൻ പശുവിനെ പീഡിപ്പിച്ച വിരുദ്ധൻ CCTV കുടുങ്ങി, അറസ്റ്റിൽ. കുന്നമംഗലത്താണ്, പേര് മുരളീധരൻ എന്ന്. സർ ഇവൻ തൊപ്പി വെച്ച് റീൽസ് ചെയ്ത ആളാണ്. ദേഷ്യം തോന്നെ കാര്യം പറയുമ്പം വസ്തുത മനസ്സിലാക്കണേ. അടുത്തത്, ആശ്രമത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന. ഞാൻ ചിരി നോക്കി. പവറേഷന്റെ ചിരിയണ്ട, പുഞ്ചിരിക്കാൻ കൂടെ പുഞ്ചിരിക്കും. സ്വയം പ്രഖ്യാപിത യോഗ ഗുരു അറസ്റ്റിൽ. അടുത്ത വരട്ടെ, സ്കൂളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചു. പത്മശ്രീ ജേതാവായി. എന്താ ചെയ്യാ? പത്മശ്രീ ജേതാവായ സന്യാസിക്കെതിരെ ബലാത്സംഗ പരാതി. ഞാൻ ചോദിക്കുകയാണ്, ഇയാൾ തൊപ്പി വെച്ച് റീൽസ് ചെയ്താ? ഇയാൾ ഖുർആൻ ഓതിയാ, ആയത്ത് ഓതിയാ, ദിക്ർ സ്വലാത്ത്? ഇതൊന്നുമില്ല. ആളാകെ ചെയ്ത തൊല്ലെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെ പീഡിപ്പിച്ചു. അമ്പടാ, കഴിഞ്ഞില്ല കേട്ടാ. ബേബി, ഐ ലവ് യു. മുറിയിലേക്ക് വരണം. വിദ്യാർത്ഥിനിക്ക് ചൈതന്യാനന്ദയുടെ സന്ദേശം അനുസരിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് വെട്ടൽ. ഇയാളെ പോലീസ് പിടിച്ചൊക്കെ അറിഞ്ഞാലേ, ഈ ചൈതന്യാനന്ദ ആ മുഖത്തെ ചൈതന്യം നോക്കിയേ. ഇയാൾ റീൽസ് ചെയ്ത, തൊപ്പിയിട്ട് റീൽസ് ചെയ്ത, ഖുർആൻ ഓതി, ആയത്ത്, ദിക്ർ സ്വലാത്ത് ഇല്ല. റീൽസ് ചെയ്തിട്ടില്ല, പക്ഷെ റിയലായിട്ട് ഐ ലവ് യു എന്ന് വെച്ചു. അതെന്നെ പോട്ടെ. ഇനി ബാലഗോകുലത്തിൽ പരിശീലനത്തിൽ വന്ന കുട്ടിയെ അങ്ങ് പീഡിപ്പിച്ചു. ആരാ? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ കേസിൽ BJPയുടെ സജീവ പ്രവർത്തകനും ബാലഗോകുലം കുമാരനെല്ലൂർ മേഖലാ കമ്മിറ്റി അംഗവുമായ മങ്ങാട്ടുപറമ്പിൽ യദുകൃഷ്ണയെ 21 റിമാൻഡ് ചെയ്തു. എങ്ങനെ ഉണ്ടാവും? ഷെടാ, ഇയാൾ റീൽസ്, തൊപ്പി, താടി, ദിക്ർ, സലാത്ത്, ഖുർആനോത്ത് ഒന്നും വിചാരിക്കും. അടുത്താണ് നോക്കട്ടെ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഹിമാചൽ പ്രദേശിലെ BJP MLA ഹൻസ്, പേര് തന്നെ ഹൻസ് എന്നാണ്, ഹൻസ് രാജിനെതിരെ പോക്സോ കേസ്. അതൊക്കെ പോട്ടെ. ഇനിയാണ് രസം. ആ മുഖത്തെ ചൈതന്യം നോക്കിയേ. പരീക്ഷയ്ക്ക് ഉയർന്ന വിജയം വാഗ്ദാനം. 11-കാരിയെ ആഭിചാരക്രിയയുടെ പേരിൽ പീഡിപ്പിക്കാൻ ശ്രമം. കൊല്ലത്ത് വ്യാജസ്വാമി അറസ്റ്റിൽ. നന്നായിട്ട് നോക്കാം, മുഖത്ത് നോക്കി. തൊപ്പിയുണ്ടാ, താടിയുണ്ടാ, ദിക്റുണ്ടാ, സലാത്തുണ്ടാ, ഖുർആൻ പാരായണുണ്ടാ. ലസോ ചേച്ചി, ലസോ.
ഇങ്ങോട്ട് നോക്ക്. ഇല്ല. ഇനി അടുത്താണ് രസം. പ്രകൃതി വിരുദ്ധ പീഡനം, BJP നേതാവ് അറസ്റ്റിൽ. അതേ കിടക്കുന്നു. ശ്രീകണ്ഠപുരം 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ 13-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ BJP നേതാവ് അറസ്റ്റിൽ. കാവുമ്പായിലെ അമലാലയത്തിൽ സന്തോഷ് കുമാറിന് 39-നെയാണ് ശ്രീകണ്ഠപുരം SI BB സജീവും സംഘവും അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ സന്തോഷിനെ അന്നോട്ട് നോക്കട്ടെ. തൊപ്പിയുണ്ടാ, നന്നാണ്, തടിയുണ്ടാ, കയ്യിൽ തസ്മീമാല ഉണ്ടാ, ഖുർആനോത്തുണ്ടാ, സലാത്തുണ്ടാ, ദിക്ർ ഒന്നുമില്ല. അപ്പോൾ ലസ്ലിജി എങ്ങനെയാ ഈ പിടിക്കപ്പെട്ട മനുഷ്യന്മാർ മുഴുവനും റീൽസ് ചെയ്തവരല്ല, റിയലായിട്ട് പീഡിപ്പിച്ചവരാ. ഇനി പോട്ടെ, സമീപകാലത്ത് മരണപ്പെട്ട സന്തോഷ് മാധവൻ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിലും എത്ര കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അന്ത്യം അവസാനം മരണപ്പെടുമ്പോൾ വരെ ജയിലിലായിരുന്നു. സന്തോഷ് മാധവൻ ഒരു സന്യാസിയായിരുന്നല്ലോ, മക്കൾക്ക് അറിയാമല്ലോ. ഇനി ഈ വാർത്ത കൂടി കണ്ടോളി, ഒന്നിനും അതുകൊണ്ട് കേൾപ്പിക്കാം. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോട് 9 വയസ്സുകാരെ പീഡിപ്പിച്ച 50 വയസ്സുകാരൻ അറസ്റ്റിൽ. മുക്കം തേച്ചിയാട് സ്വദേശിയും BJP RSS പ്രവർത്തകനുമായ ബാബുരാജിനെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിവരങ്ങളും പീഡനമാണെങ്കിലും കളവാണെങ്കിലും കൊലപാതകമാണെങ്കിലും ഇതൊക്കെ മതവും ജാതിയും തിരിച്ചിട്ട് അവരതിങ്ങനെ ചെയ്യാൻ അവർക്ക് പ്രേരകമായ ഘടകം മതമാണ്, തൊപ്പിയാണ്, തസ്ബീഹ്മാലയാണ്, ദിക്റാണ്, ഖുർആനാണെന്ന് പറയരുത്. തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിന് അവൻ മാത്രമാണ് കാരണം. ഒരിക്കലും ഒരു മതവും തിന്മ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഇത് പറഞ്ഞു കിടക്കുന്ന അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ രോമകൂപങ്ങളിലും നരമ്പുകളിലും അപരമത വിദ്വേഷം കുത്തി നിറച്ച് നടക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാളുടെ മതം നോക്കി ജാതി നോക്കി അയാൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം മതമാണ് ജാതിയാണെന്ന് പറയുന്നത്. ഞങ്ങളാരും അങ്ങനെ പറയാറില്ല. സ്വാമി ചെയ്താലും പള്ളിയിലെ മുസ്ലിയാർ ചെയ്താലും പള്ളിയിലെ അച്ഛൻ ചെയ്താലും അവരുടെ വ്യക്തിപരമായ തെറ്റാണ്. അല്ലാതെ അവർ തൊപ്പി വെച്ചതുകൊണ്ടോ അവർ കുരിശ് വരച്ചതുകൊണ്ടോ അവർ ചന്ദനക്കുരി തൊട്ടിയുണ്ടോ ഒരു ജ്യോത്സ്യന്മാരായതുകൊണ്ടോ പൂജാരിമാരായതുകൊണ്ടോ അവർ ഹിന്ദു മതക്കാരനായതുകൊണ്ടോ ചെയ്ത തെറ്റല്ല. അതുകൊണ്ട് അല്പമെങ്കിലും തലച്ചോറ് മൊത്തവും ഇല്ല ആഫും ഇല്ല, ഒരു മനുഷ്യനാകുമ്പോഴോളം അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാറുണ്ട്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അനുസരിച്ച് അനുസൃതമായി ചിന്തിക്കും. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഓക്കെ അല്ലേ? ഇന്നത്തെ കാര്യം അല്ലേ? ഓക്കെ.